ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡ് നിങ്ങളിലെത്തിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇടിവെട്ട് മുന്നലോടും കൂടിയ ലോഗോ അവതരിപ്പിച്ച ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ആദ്യത്തെ പ്രൊമോയും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് പ്രേക്ഷകരെ ലോഗോയും പ്രൊമോയും ഒക്കെ വളരെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. ആദ്യ പ്രൊമോയിൽ വരാനിരിക്കുന്ന സീസണിൻ്റെ ഭാഗമാക്കാൻ ക്ഷണിക്കുന്ന ബിഗ് ബോസിൻ്റെ ശബ്ദത്തോടെ കുലുക്കി സർബത്ത് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. ആഡീഷൻ പ്രക്രിയയ്ക്കായി താൽപ്പര്യമുള്ള വ്യക്തികൾ 3 മിനിറ്റ് ആമുഖ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സമർപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത സ്റ്റാർ ആകൂ എന്ന ടാഗ് ലൈനുമുണ്ട്. ഇത് സീസണിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാവാം. ഫെബ്രുവരി 25 നടക്കുന്ന ഷോയെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ആകാംക്ഷ കൂട്ടുന്ന പ്രൊമോയാണിത്. ഷോ സംപ്രേഷണം ചെയ്യുന്ന ചാനലായ ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ തുടക്കമാകുന്നു എന്ന സൂചനകൾ നൽകുമ്പോൾ ബിഗ് ബോസ് മലയാളം ആരാധകർക്കിടയിൽ ആവേശം വർദ്ധിക്കുന്നു. ലോഗോ അനാച്ഛാദനം ചെയ്ത ശേഷം സാധാരണക്കാരെ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ ഇറക്കിയ വീഡിയോ രസകരമായ ട്വിസ്റ്റിന് കളമൊരുക്കിയിരിക്കുകയാണ്. അടുത്ത സ്റ്റാർ ആകൂ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇത് ബിഗ് ബോസ് മലയാള സീസണിനെ ചുറ്റിപ്പറ്റിയുള്ള കാത്തിരിപ്പിന് ആകാംക്ഷ കൂട്ടുന്നു. കാഴ്ചക്കാർക്ക് പുതുമയുള്ളതും വൈവിധ്യമാർന്നതുമായ ഒരു സീസൺ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിലാണ് ആദ്യമായി സാധാരണക്കാരിൽ നിന്ന് ഒരാളെ ഷോയിലേക്ക് കൊണ്ടുവന്നത്. സീസൺ 6 ഫെബ്രുവരി 25 ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുലുക്കി സർബത്ത് നിർമ്മിക്കുന്നതിനൊപ്പം കുലുക്കിത്താത്താത്തി കുലുക്കിത്താത്താത്ത എന്ന് ബിഗ് ബോസ് സൗണ്ടിൽ പറയുന്നുമുണ്ട്. മുഴുവൻ നെഗറ്റീവാണല്ലോ, ഇത്തരക്കാരെയാണ് ആവശ്യം എന്നും ബിഗ് ബോസിൻ്റെ സൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സംശയം, ബിഗ് ബോസ് തേടുന്നത് നെഗറ്റീവായ ആളുകളെ ആണെന്നാണോ? ഇതുവരെയുള്ള സീസണുകളിൽ നെഗറ്റീവായ ആളുകളാണ് പങ്കെടുത്തതെന്നാണോ? അതോ വിജയിച്ചതെന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇനി വരും സീസണുകളിൽ നെഗറ്റീവ് ആൾക്കാർ ആയിരിക്കുമെന്നാണോ? എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചതെന്ന് സംശയം തോന്നുന്നു. എന്തായാലും ഇത്തരം ഒരു റിയാലിറ്റി ഷോയ്ക്കായി നെഗറ്റീവിനെ കൂട്ടുപിടിച്ചത് ശരിയായി തോന്നിയില്ല. നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഷോയാണെന്ന് അടിവരയിട്ട് പറയുന്നത് പോലെയാണ് തോന്നിയത്. നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ് ഒരു മനുഷ്യർക്കെല്ലാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും, ശരിയാണ് എന്ന് വിചാരിച്ച് നെഗറ്റീവ് മാത്രം എടുത്ത് നെഗറ്റീവിനെ ഒരു പ്രൊമോഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്ന് തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നെഗറ്റീവിൽ ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് എന്ത് നെഗറ്റീവാണ്, ഏത് നെഗറ്റീവാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും നെഗറ്റീവ് തന്നെയാണെന്നാണ് അഭിപ്രായം. നെഗറ്റീവ് എന്തായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നുമില്ല. ഷോയെ സ്വയം താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയിലേക്ക് പ്രൊമോ പോയില്ലേ എന്നൊരു സംശയം കൂടി തോന്നി ഇത് കേട്ടപ്പോൾ. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇതുവരെ മുൻ സീസണുകളിലെല്ലാം മോഹൻലാലിൻ്റെ സൗണ്ടോടുകൂടി മാത്രമാണ് പ്രൊമോകൾ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ബിഗ് ബോസിൻ്റെ സൗണ്ട് വരുന്ന ആദ്യ പ്രൊമോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാവും ലാലേട്ടൻ സൗണ്ടിൽ പ്രൊമോ ഒരുപക്ഷെ എന്തുകൊണ്ടാവും ലാലേട്ടൻ്റെ സൗണ്ടിൽ പ്രൊമോ ആരംഭിക്കാത്തത്? ലാലേട്ടൻ സിനിമാ തിരക്കുകളുമായി സജീവമാണ്, കുറച്ച് നാൾ വിദേശങ്ങളിലായിരിക്കും എന്ന് ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അതാവുമായിരിക്കും ഒരുപക്ഷെ കാരണം. ഹോസ്റ്റിൻ്റെ സ്ഥാനത്ത് ലാലേട്ടൻ തന്നെ എത്തുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ മികച്ച പ്രൊമോകൾ ലാലേട്ടൻ്റെ സൗണ്ടിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വിട പറയുന്നു. ലാലേട്ടൻ്റെ സൗണ്ടിൽ വരുന്ന പ്രൊമോകൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത പ്രൊമോയിലെങ്കിലും ലാലേട്ടൻ്റെ സൗണ്ട് കേൾക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ലാലേട്ടൻ്റെ സൗണ്ട് പ്രൊമോകളിൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ എല്ലാ പേർക്കും നന്ദി, നമസ്കാരം.